മലബാറിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങളുടെ ഒരു ഉത്തമ ഉദാഹരണമായിരിക്കും ഞാനെന്ന് ഞാൻ അവകാശപ്പെടുന്നു. 1945 എൻ്റെ മാതാപിതാക്കൾ പാല, കോട്ടയം അടുത്തുള്ള കുറവിലങ്ങാട്ട് നിന്നും ഈ മലബാറിലെ മലയോര പ്രദേശത്തേക്ക് സാക്ഷാൽ കരിക്കോട്ടക്കരിയിലേക്ക് കുടിയേറി പാർത്തു. അന്ന് ഞാൻ കുറവിലങ്ങാട് സെൻറ്റ് മേരീസ് ബോയ്സ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഉപജീവനാർത്ഥം മാതാപിതാക്കളോടൊപ്പം വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ഞാനും മലബാറിൻ്റെ മലയോരത്ത് കാട്ടാനകളുടെയും കാട്ടുപന്നികളുടെയും കാട്ടുമൃഗങ്ങളുടെയും നടുവിൽ വന്നു ചേർന്നു. തുടർന്ന് വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടായിരുന്നില്ല. 4 കിലോമീറ്റർ അകലെ എടൂരിൽ ഒരു LP സ്കൂളുണ്ടായിരുന്നു. അവിടെ 5ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 വർഷം കഴിഞ്ഞ് 6ാം ക്ലാസ് അവിടെ ആരംഭിച്ചപ്പോൾ കരിക്കോട്ടക്കിൽ നിന്നും 4 കിലോമീറ്റർ നടന്ന് എന്ന് പറഞ്ഞാൽ 2 പുഴകൾ കടന്ന്, റോഡുകളില്ല, ആന പോകുന്ന വഴിത്താരയിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ 10ഉം 15ഉം കുട്ടികൾ ഒരുമിച്ച് എടൂർ സ്കൂളിൽ പോയി പഠനം നടത്തിക്കൊണ്ടിരുന്നു. 1954 മാർച്ച് 19 അഭിമന്യ ഒളവപ്പള്ളി പിതാവ് രൂപതയുടെ ഭരണഭാരം ഏറ്റെടുക്കുകയും ചെയ്തു. മെയ് മാസത്തിൽ കിളിയന്തരപ്പള്ളി സന്ദർശിച്ചു. കിളിയന്തരപ്പള്ളി സന്ദർശിക്കുമ്പോൾ കരിക്കോട്ടക്കരിയിലെ മുതിർന്ന ആളുകൾ കിളിയന്തര ചെന്ന് അഭിമന്യ ഒളവപ്പള്ളി പിതാവിന് ഒരു നിവേദനം കൊടുത്തു. കരിക്കോട്ടക്കരി വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. എടൂർ പോയി കുർബാന കാണുവാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കരിക്കോട്ടക്കരിയിൽ ഒരു പള്ളി സ്ഥാപിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണമെന്ന്. പിതാവ് അപ്പോൾ തന്നെ വാക്ക് പറഞ്ഞു, 1 മാസത്തിനകം ഞാൻ കരിക്കോട്ടക്കരി സന്ദർശിക്കുന്നതാണെന്ന്. വാക്ക് പാലിച്ചുകൊണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം അഭിമന്യ ഒളവപ്പള്ളി പിതാവ് കരിക്കോട്ടക്കരിയിൽ അപ്രതീക്ഷിതമായി എത്തിച്ചേർന്നു. അന്ന് പള്ളിയില്ല, പള്ളിക്കൂടമില്ല, പഠനശാല പോലുമില്ല. പക്ഷേ 100 കണക്കിന് ആളുകൾ പിതാവിനെ സ്വീകരിക്കുവാനായി അന്നത്തെ ഒരു കൊച്ചു വീടിന് പരിസരത്ത് കൂടി. ആളുകളുടെ ആവേശം കണ്ടുകൊണ്ട് അഭിമന്യ ഒളവപ്പള്ളി പിതാവ്, മെയ് മാസത്തിലാണ് അദ്ദേഹം വരുന്നത്, പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും പരിശ്രമിച്ച് പള്ളിക്ക് 2 ഏക്കർ സ്ഥലവും ഉണ്ടാക്കി ഒരു കൊച്ച് ആരാധനാലയവും സാധാരണ ഇതിൽ പണിയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു മാസത്തിൽ കുർബാന ചൊല്ലിത്തരുന്ന കാര്യത്തിൽ ശ്രമിക്കാവുന്ന. ആളുകൾ കൈയടിച്ച് സ്വീകരിച്ചു. പിതാവിനോട് വാക്ക് പറഞ്ഞു, ഞങ്ങൾ ഏറ്റവും വേഗം ഒരു ചെറിയ ആലയം ഉണ്ടാക്കും, ഞങ്ങൾ സ്ഥലം വാങ്ങുമെന്ന്. കാങ്കൽ ഉലഹന്നൻ സംഭാവന ചെയ്ത 1/2 ഏക്കർ സ്ഥലത്ത് അന്നത്തെ ആളുകൾ കൂട്ടം ചേർന്ന് 15 ദിവസം കൊണ്ട് മനോഹരമായ കാട്ട് സാധനങ്ങൾ കൊണ്ടും കരിങ്കല്ല് കൊണ്ടും ഒരാലയം നിർമ്മിച്ച് പിതാവിനെ അറിയിച്ചു. പിതാവ് പറഞ്ഞു, ജൂലൈ മാസം 3-ാം തീയതി മാർത്തോമാസികാഴത്ത് തിരുനാൾ ദിവസത്തിൽ ഞങ്ങൾ കാത്തേക്ക് അർപ്പിക്കുന്നതാണെന്ന്. അന്നത്തെ തലശ്ശേരി രൂപതയുടെ വികാരി ജനറലായിരുന്ന തോമസ് പഴയപറമ്പിൽ തലശ്ശേരിയിൽ നിന്നും വള്ളിത്തോട് വരെ ബസ്സിൽ വന്ന് വള്ളിത്തോട് ഇറങ്ങി ഭയങ്കരമായ മഴവെള്ളപ്പാച്ചലിൽ പുഴ കടന്ന് ആനപ്പന്തി കൂടി നടന്ന് കരിക്കോട്ടക്കരിലെത്തി. തലേദിവസം വന്നു. ജൂലൈ 3-ാം തീയതി കരിക്കോട്ടക്കൽ പള്ളിയിലെ ആദ്യത്തെ ദിവ്യബലി ആരംഭിച്ചു. 1954 മുതൽ മദ്യവർത്തന രംഗത്ത് പ്രവർത്തനം തുടങ്ങി. തുടർന്ന് അഭിമന്യ ഒളവപ്പള്ളി പിതാവ് മദ്യത്തിൻ്റെ എതിരായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നതിനാൽ മലബാറിൻ്റെ പല ഭാഗങ്ങളിലും മദ്യവർത്തന കമ്മിറ്റികൾ രൂപീകരിക്കാൻ പ്രേരണ നൽകുകയും ബഹുമാനയുടെ പഴയപള്ളി തോമാച്ചൻ വളരെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് മദ്യവർത്തനത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ എന്നെ പഠിപ്പിക്കുകയും മലബാറിൻ്റെ പല ഭാഗങ്ങളിലും മദ്യവർത്തന യൂണിറ്റ് സ്ഥാപിക്കാൻ പ്രവർത്തിക്കാനും സാധിച്ചു. തുടർന്ന് മദ്യനിരോധന മേഖലയായിരുന്ന കാലഘട്ടങ്ങളിൽ വ്യാജ മദ്യത്തിനെതിരെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന മദ്യം നശിപ്പിക്കാൻ വേണ്ടി റെയ്ഡ് നടത്തുക, എക്സൈസുകാരെ അറിയിക്കുക, അങ്ങനെ പല സംഘടനകൾക്കും സംഘർഷങ്ങൾക്ക് ഇടവന്നിട്ടുണ്ടെങ്കിലും ഈ പ്രദേശം വളരെ വിജയകരമായി മദ്യ നിരോധിത മേഖലയാക്കാൻ സാധിച്ചു. ഐതിഹാസികമായ വിമോചന സമരത്തിൽ പങ്കാളിയാവുകയും വിദ്യാർത്ഥികളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ കിഴക്കൻ മലയോര മേഖലയിലെ മുഴുവൻ വിദ്യാലയങ്ങൾ സന്ദർശിച്ച് പണിമുടക്കിന് പ്രേരിപ്പിക്കുകയും വിദ്യാർത്ഥി പ്രക്ഷോഭണങ്ങൾ സംഘടിപ്പിക്കുകയും ഇരിട്ടി AEOPs വിദ്യാർത്ഥികൾ നിരന്തരമായി എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ പിക്കറ്റ് ചെയ്യുകയും. ഓരോ ദിവസവും പിക്കറ്റ് ചെയ്യുമ്പോൾ ആളുകളെ അറസ്റ്റ് ചെയ്ത് തലശ്ശേരി സബ് ജയിലിലും കണ്ണൂർ സെൻട്രൽ ജയിലിലും അടയ്ക്കുക പതിവായിരുന്നു. അങ്ങനെ
നിന്നും 2 മാസത്തോളം നീണ്ടുനിന്ന ആ വിമോചന സമരത്തിൽ പങ്കാളിയാവുകയും ഒരവസരത്തിൽ അറസ്റ്റ് വരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്യുക, ജീപ്പിൽ കൊണ്ടുപോവുക, ജയിലിലെത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ പോലെ ഒരു ക്രൂരത നിറഞ്ഞ പ്രവർത്തനമായി തോന്നിയിരുന്നില്ല. വളരെ സ്നേഹപൂർവ്വമായ സമീപനത്തോടെ കുട്ടികളുടെ കൈക്ക് പിടിച്ച് ജീപ്പിലോ വാനിലോ കയറ്റുന്നു. അവർ ഏത് സ്ഥലത്ത് ചെന്നാലും ചെല്ലുന്നതിനിടയ്ക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. ജയിലിൽ ചെന്നാലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൂത്തുപറമ്പിൽ കോടതിയിൽ ഹാജരാക്കി 2 ആഴ്ചത്തെ കാലത്തേക്ക് ഞാൻ ഉൾക്കൊള്ളുന്ന ബാച്ചിനെ സാധാരണ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ 7 ദിവസം ജയിൽ കഴിഞ്ഞപ്പോഴേക്കും വിമോചന സമരം ജയിക്കുകയും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഡിസ്മിസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തായി. ജീവിതത്തിൽ ആദ്യമായി 7 ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിലെ ബോസ്റ്റൽ എന്ന കുട്ടികളുടെ വാർഡിലാണ് ഞങ്ങളെ പാർപ്പിച്ചിരുന്നത്. എൻ്റെ മകനെ കാട്ടുവായോടും യുദ്ധം വെട്ടി കാട്ടുപന്നിയോടും യുദ്ധം വെട്ടി പനിയും പിടിച്ചല്ല നമ്മളൊക്കെ ഇത്ര ആയേ. അങ്ങനെയല്ല, മരത്തിൻ്റെ പൊട്ടിലൊക്കെ കൊണ്ടുപോയി കല്ലിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുപോയി കയറ്റി വെച്ചിട്ടുണ്ട്, എന്നെ കടുവ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ജീവിച്ചതാണ്. നമ്മളെല്ലാവരും കട്ടുപാട് കഴിച്ചതാണ്, ഒന്നും പറയണ്ട. അതിൻ്റെ കൂടെ മലമ്പരിയും പിടിച്ച് ഒരു വരെ എല്ലാം തൂക്കേടും പിടിച്ച് കടുവയെ പേടിച്ചിട്ട് അവർ കല്ലുകൊണ്ട് പൊത്തി കൊണ്ടുപോയി എന്നെ ചേട്ടൻ കൊണ്ടുപോയി കുത്തിയിരുത്തി. ഞാൻ പറഞ്ഞ് കടുവ പിടിച്ചാലും വേണ്ടി അതെന്നെ ഇറക്കി വിട്ടേച്ചാൽ മതി. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ട് ഇച്ചിരി അങ്ങ് ചെന്നപ്പോൾ അത് പണ്ടത്തെ അപ്പുറമായിട്ട് പോയിക്കൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ പിന്നെയും ചെന്ന് എന്നെ കൊണ്ടുപോയി വെച്ചു അതിനകത്ത്. അതിനിടെ പനി പിടിച്ചിട്ടോ അതെങ്ങനെ പനി പിടിച്ച ഛർദി, ഒരു വയസ്സ പനി. ഇന്നിപ്പോൾ ഒരാൾക്ക് പോയാൽ കുളിച്ച് കയറിയ ഉടനെ മറ്റു വേറെ ഒരാൾക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞിനൊന്നും പറയണ്ട. കഷ്ടപ്പാടിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കരതാണ്. തോരാത്ത കണ്ണീർ തുടച്ചു തോളിൽ നീ എന്നെ വഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു തോളിൽ നീ എന്നെ വഹിച്ചു. സ്നേഹത്തിൻ പൂന്തണൽ എനിക്കായി വിരിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു തോളിൽ നീ എന്നെ വഹിച്ചു. ജീവിത പ്രതിസന്ധി മുന്നിൽ വൻ തിരമാലയുയർത്തിയ നേരം തീരാക്കടങ്ങളായി ജന്മം ആഴത്തിൽ താഴുന്ന നേരം ശ്വാസം നിലച്ചു എന്നു നിലച്ചു. ഞാനേറെ തളർന്നു കിതച്ചു. കർത്താവേ ആ നേരം കൈത്താങ്ങായി നീ അടിയനെ ചേർത്തു പിടിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ നീ എൻ്റെ കടങ്ങൾ ക്ഷമിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു തോളിൽ നീ എന്നെ വഹിച്ചു. പുച്ഛിച്ചും കുറ്റം വിധിച്ചും എൻ സോദരരെല്ലാം അകന്നു.
ദൈവമേ ജീവിത ദീപം തെളിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു. തോളിൽ നീ എന്നെ വഹിച്ചു. സ്നേഹത്തിൻ പൂന്തണൽ എനിക്കായി വിരിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു. തോളിൽ നീ എന്നെ വഹിച്ചു. ഏതാണ്ട് 46 മുതലാണ് കുടിയേറ്റം ഈ പ്രദേശങ്ങളിൽ ആരംഭിക്കുന്നത്. വ്യാപകമായ കുടിയേറ്റം ഒരു 47-50 കാലഘട്ടങ്ങളിലാണ് നടന്നത്. അന്ന് 45 കാലത്ത് ഞങ്ങളെയൊക്കെ എടൂർ പള്ളിയിൽ പോയ കാര്യങ്ങൾ അന്ന് ഞാൻ നടന്നു പോയി അമ്മയുടെ കൂടെ നടന്നു പോകുമ്പോൾ തൊട്ടാവാടി കൊണ്ട് കാല് പഴുത്തതൊക്കെ ഇന്നും അതുപോലെ തന്നെ ഓർക്കുന്നുണ്ട്. തൊട്ടാവാടി മുള്ളുകൊണ്ട്. അതാണ് പ്രധാനമായിട്ട് എനിക്ക് എന്ന് പുൽത്തോട്ടത്തിലെ പള്ളിയിൽ പോയതായിട്ടുള്ള ഓർമ്മ. 53 കാലത്താണ് ഇവിടെ ഒരു പള്ളി വേണം എന്നുള്ള ഒരു ആശയം ഉണ്ടായത്. കാരണം ഇവിടുന്ന് എടൂരേക്കൊക്കെ നടന്നു പോകുക എന്ന് പറഞ്ഞാൽ അന്ന് മഴക്കാലത്തെ യാത്ര, തടിപ്പാലം കയറി ഇറങ്ങി വളരെ കഷ്ടപ്പെട്ടാണ്. കാരണം ഇന്നത്തെ ഈ റോഡ് സൗകര്യങ്ങളൊന്നും വന്നില്ല. അന്ന് മലബാറിൽ ആദ്യത്തെ കുടിയേറ്റത്തിന് വന്നത് ഇരിട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നാണ് വന്നത്. സാധനങ്ങളും ഒക്കെ കെട്ടി തലച്ചമുടായിട്ട് തന്നെ എല്ലാവരും രാവിലെ ഇരിട്ടിയിൽ നിന്ന് പുറപ്പെട്ടിട്ട്, അന്ന് തലേദിവസം ഇരിട്ടി വന്ന് താമസിച്ചു. അത് രാവിലെ ഇരിട്ടിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് വളഞ്ഞു തിരിഞ്ഞ വഴിയിലൂടെ വന്ന് അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കരിക്കോട്ടക്കിൽ എത്തുന്നത്. പ്രസവ വേദനയുള്ള സ്ത്രീകളെയോ അല്ലെങ്കിൽ മരിക്കാറായ രോഗികളെയൊക്കെ ഇവിടെ നിന്ന് തലച്ചമുടായിട്ട് ചുരുക്കി പറഞ്ഞാൽ കൊണ്ടുപോകുന്നൊരു സ്ഥിതി ഇന്നും നമുക്ക് ഓർക്കുമ്പം ഭയം തോന്നുകയാണ്. മാസക്കൂട്ടത്തിൽ ഇപ്പോൾ ചർച്ചയിൽ പല വിശുദ്ധരുടെയും പേരുകൾ നിർദ്ദേശിച്ചെങ്കിലും തർക്കമുണ്ടായപ്പോൾ നറുക്കിട്ടാണ് സെൻറ്റ് തോമസിൻ്റെ പേര് അന്ന് നമ്മൾ മധ്യസ്ഥനായിട്ട് തീരുമാനിച്ചത്. തുരുത്തുമറ്റച്ചൻ വികാരിയായിട്ട് വന്നതിന് ശേഷം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അഭിവൃദ്ധി ഉണ്ടായി. കാരണം ഇവിടെയെല്ലാം അന്ന് കുറുങ്കോപ്പ് കൃഷി ആണ്. അന്ന് കുറളങ്ങാട് മേഖലയിൽ നിന്നൊക്കെ വന്ന ആളുകളായിരുന്നു. പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന ആളുകൾ ഇവിടെ കുറവായിരുന്നു. റബ്ബർ അതുപോലെയുള്ള ദേഹണ്ണങ്ങൾ ഇവിടെ കുറവായിരുന്നു. അച്ഛൻ്റെ ശ്രമപരമായിട്ടാണ് ഈ ഇടവകയിൽ റബ്ബർ കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി വൈദികരുടെ നേതൃത്വത്തിൽ അന്ന് വലിയ ശ്രമദാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. റോഡുകളായാലും പാലങ്ങളായാലും എല്ലാ വികസന പ്രവർത്തനത്തിൻ്റെയും മുൻപന്തിയിൽ അന്ന് വൈദികരും നാട്ടുകാരും ഒത്തൊരുമിച്ച് നിന്നിരുന്നു. വള്ളിത്തോട്ടിൽ നിന്ന് കരിക്കോടക്കലിലേക്കുള്ള റോഡ് 70-71 കാലത്താണ് മാൻ പവർ സ്കീമിൽ ബ്ലോക്കിൻ്റെ ആ റോഡ് നിർമ്മിച്ചത്. അന്ന് തടത്തിലച്ഛൻ കൺവീനറായിട്ട് നമ്മുടെ ഹൈസ്കൂൾ അനുവദിച്ചു. ഹൈസ്കൂൾ കെട്ടിടത്തിൻ്റെ ധനശേഖരണത്തിന് വേണ്ടി നാട്ടുകാരുടെ കമ്മിറ്റിയാണ് ആ റോഡ് വള്ളിത്തോട്ടിൽ നിന്ന് കരിക്കോട്ടക്ക് വരെയും മെറ്റലിട്ട് അന്ന് വലിയ കരിങ്കല്ല്, അമ്മാവൻ കല്ല് ആളുകൾ വലിച്ച് ഉരുട്ടി ആണ് വഴി ഉറപ്പിച്ചിരുന്നത്. ആ ഹൈസ്കൂൾ കെട്ടിടത്തിനൊക്കെ വേണ്ടിയ കല്ല് ഓരോ ഞായറാഴ്ചയും രാവിലെ 7:30 മണിക്കുള്ള കുർബാനയ്ക്ക് ആളുകൾ വരുമ്പം ആദ്യം അന്ന് തടത്തിലച്ഛനാണ് കല്ല് എടുക്കുന്നത്. അപാല വൃദ്ധജനങ്ങൾ പള്ളി വന്നവർ മുഴുവൻ കൊച്ചു വെച്ചടക്കം ഒരു അരമണിക്കൂറെങ്കിലും കല്ല് ചുമന്ന് ഒരാഴ്ചത്തേക്കുള്ള പണിക്കുള്ള കല്ലന്ന് താഴത്തെ കോറയെന്ന് കവനോട്ടത്തിൽ മത്തായി സാറിൻ്റെ കോറയെന്ന് കല്ല് തലച്ചോടായിട്ട് ഹൈസ്കൂളിൻ്റെ ഇന്ന് ഉള്ള ഹൈസ്കൂൾ കെട്ടിടത്തിൻ്റെ മുറ്റത്ത് ഇടുമായിരുന്നു. ഏതാണ്ട് ഒരാഴ്ചത്തേക്കുള്ള പണിക്കുള്ള കല്ല്. ാണ് 1948 അവിടുന്ന് പോകുന്നത്. നാട്ടിൽ നിന്ന് കുറച്ച് 3 മൈൽസ് നടന്നു കഴിഞ്ഞപ്പോൾ
മോലപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ. അവിടുന്ന് ആ ബസ്സിന് കയറി, അവിടുന്ന് ബസ് കിട്ടും, കോട്ടയം ബസ്. ആ കോട്ടയം ബസ്സിന് കയറി പിന്നെ ആലുവയിലിറങ്ങി. ആലുവയിൽ നിന്ന് പിന്നെ 11 മണിക്കോ മറ്റേ പിന്നെ 10:45-11 മണിക്ക് ട്രെയിനുണ്ട്. അതിന് കയറി തലശ്ശേരിയിലിറങ്ങി. തലശ്ശേരിയിൽ നിന്ന് അപ്പം രാത്രിയൊക്കെ പോരിച്ച രാത്രി പിന്നെ 5 മണിയായപ്പം തലശ്ശേരിയിലെത്തി. തലശ്ശേരിയിൽ നിന്ന് പിന്നെ കൂട്ടുപുഴ ബസ്സുണ്ട് പറഞ്ഞു. ആ കൂട്ടുപുഴ ബസ്സിന് കയറി വള്ളിത്തോളിലിറങ്ങി. അവിടുന്ന് പിന്നെ പിന്നെ ഉടുക്കാനുള്ള വസ്ത്രം, കട്ടിൽ, പിന്നെ ചില്ലറ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് പല സാധനങ്ങളായിട്ട് ആ കാളവനിൽ അതിൽ പറഞ്ഞാൽ വള്ളിത്തോളിൽ മറ്റേ കപ്പ കയറ്റി ഇറക്കി അങ്ങനെ കൊടുക്കുക. കപ്പയാണല്ലോ അന്നത്തെ കൃഷി കൂടുതൽ, മുഖ്യമായ കൃഷി അതാ. അപ്പോൾ അതുകൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് വള്ളിത്തോളിലാണ് അവിടെ പിന്നെ ആൾക്കാർ, കച്ചവടക്കാരുണ്ട് എടുക്കുന്നവർ. അവിടെ കൊണ്ട് എത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ തൂക്കി എടുത്തോളും. അവിടെ ഇട്ട് പണിയെടുത്ത് ചിരണ്ടി പിടിച്ചൊക്കെ തൊലി പിടിച്ചൊക്കെ അരിഞ്ഞ് ഉണങ്ങി മണലിൻ്റെ പുറത്തിട്ട് ഉണങ്ങി അവർ വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുക. അപ്പോൾ അവളെ എത്തിച്ച് കൊടുക്കണം ഇവിടുന്ന്. അപ്പോൾ ഒരു വണ്ടി മാത്രമല്ല, പല വണ്ടികൾ ഇങ്ങനെ ഉണ്ട് കപ്പയും കയറ്റി കൂട്ടുക. അതൊരു 2 പാലം കപ്പ, 2.5 പാലം കപ്പ വരെ ഒരു വണ്ടിയെ കയറ്റും. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാട് വെട്ടി തെളിച്ച് കുറച്ച് കപ്പ, കുറച്ച് നെല്ല് അത് വിതച്ച് കൊയ്തെടുത്ത് കുറച്ച് പ്ലാവും പന്നിയൊക്കെ കൊണ്ടുപോയി ബാക്കി ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ടൊക്കെ അങ്ങനെ കഴിഞ്ഞു. നെല്ലും കാലായി കപ്പയിടും, പിറ്റേ കൊല്ലം വിത്ത് വിതയ്ക്കും. ഒരുപാട് സ്ഥലം തെളിച്ചെടുക്കാൻ പറ്റിയല്ലായിരുന്നു അന്ന്. അതിനാളുമില്ല. പിന്നെ കാടായ കൊണ്ട് കുറേശ്ശെ വെട്ടി തെളിച്ചെടുത്തത്. ആ പെട്ടി എൻ്റെ അപ്പൻ അമ്മങ്ങളെ കല്യാണം കഴിച്ചു വിട്ടപ്പം തുണി വെക്കാനായിട്ട് മേടിച്ച് തന്നു വിട്ടതാണ്. ഇവരുടെ വീട്ടിലെ പെട്ടിയിൽ ഒന്നും വയ്ക്കണ്ട, അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. പിന്നെ നമുക്കങ്ങനെ കല്യാണം കഴിച്ച് ചെല്ലുന്ന പെണ്ണുങ്ങൾ വീടുകളിൽ നിന്ന് പെട്ടി കൊണ്ടു വന്നിട്ട് ആ പെട്ടിക്കകത്ത് അവരുടെ തുണി മാത്രം വെക്കുക. പിന്നെ അത് കളയാതെ സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് ഇന്ന് വരെ ഞാൻ 10-80 കൊല്ലമായി. അതിൻ്റെ അകത്ത് എൻ്റെ മുണ്ടുകൾ മുഴുവനും പിന്നെ പൈസ സൂക്ഷിച്ച് കൊണ്ടുവന്നു. ഇന്നത്തെ പൈസ ചെമ്പ് കാശായിരുന്നു. അത് ആലുവയിൽ വന്നപ്പം നോട്ടാക്കി കൊണ്ടുവന്നു. ഇവർ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് കിടത്തിയാൽ എടുക്കുകയായിരുന്നു പറഞ്ഞു. അന്ന് ₹1 1 ഏക്കറും അരച്ചക്കറും പിന്നെ 4 ഏക്കറത്തിൻ്റെ ഒരു പണം, പിന്നെ ₹1 നോട്ട് കുറവായിരുന്നു. ഒരണ കൊടുത്താൽ 1 കിലോ കിട്ടുമായിരുന്നു. അരി, ഉപ്പ്, മുളക് എല്ലാം. ആദ്യം വന്നപ്പം താമസിച്ചത് വെറും ഒരു തലശ്ശേരിയിൽ നിന്ന് ഓല മേടിച്ചു കൊണ്ടുവന്ന് ഒരു കുഞ്ഞു മാടം പോലെ കെട്ടി അതിൽ താമസിച്ചു. 4 കുടുംബക്കാർ. അതുങ്ങളുടെ പെണ്ണുങ്ങളും പിള്ളേരും കാരണന്മാരും ഞങ്ങളും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ പെര വെച്ച് ഞങ്ങൾ തന്നെ താമസിച്ചു. വെട്ടി തെളിച്ചപ്പം കാടൊക്കെ തെളിഞ്ഞപ്പം പെര വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ പെര വെച്ചു.
സർവചരാചര ചൈതന്യമേ നാദതാളസ്വരലയമായി നമിപ്പൂ ഞങ്ങൾ. ജോർദാൻ നദീ തീരമേ, തിരപാടും യൂദായിൻ കുളിർത്തീരമേ, ജോർദാൻ നദീ തീരമേ, തിരപാടും യൂദായിൻ കുളിർത്തീരമേ. കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി, കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി ഒഴുകിവരും തഴുകിവരും, ഒഴുകിവരും തഴുകിവരും, അഴകൊഴുകും തിരപുണരും പുണ്യ ജോർദാൻ നദീ തീരമേ, യൂദായിൻ കുളിർ തീരമേ. തീരത്തായി വന്നൊരു താപസൻ തേജസ്വരൂപിയായി, പാപമാർഗങ്ങളിൽ മേയും ജനത്തിനായി മോക്ഷമാർഗങ്ങൾ തുറക്കാൻ. ആ ജനമധ്യേ വിരൽ ചൂണ്ടി നിന്നയാൾ യേശുവിൻ വഴിയൊരുക്കി. സ്നാപക യോഹന്നാൻ ആറടിപ്പൊക്കമാണാജാനുബാഹുവാണാരെയും കൂസാത്ത ഭാവം, ഒട്ടകത്തോലിനാലൊട്ടാകെ ചുറ്റിയൊരൊറ്റയാൻ പോലവൻ ചൊല്ലി. അണലി സന്തതികളെ മൃത്യു വിതച്ചിടും, പാപസന്തതികളെ നാശം. കനിയൊന്നുമില്ലാത്ത മാമരങ്ങൾ നിങ്ങൾ മഴുവിനാൽ കടയറ്റു വീഴും. ദൈവകോപം നിശ്ചയം, കർമ്മപാപം ശിക്ഷകം, മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. ഹേറോദിയാസിൻ കൊട്ടാരം, ധർമ്മം മരിച്ചൊരു കൊട്ടാരം. ഗർവിഷ്ഠകാരൻ ഹേറോദെ സ്വന്തം സോദര ഭാര്യയെ സ്വന്തമാക്കി. ഹേറോദ്യ കൊട്ടാര റാണിയായി. സ്നാപകൻ ശാസിച്ചു, ഹേറോദ്യ കലികൊണ്ടു. യോഹന്നാൻ രാജാവിൻ തടവിലായി.
ഇഷ്ടമാകവെ ഹെരോദേസിന് ആശയായി ഇഷ്ടമുള്ളത് നൽകിടാൻ. അമ്മതൻ ചെവി മന്ത്രമായി മകൾ പറഞ്ഞു മധുരമായി. യോഹന്നാന്റെ തലമതി സ്നാപകൻ തൻ ചിരസിത താലമുള്ളിൽ ധീരമായി മണ്ണിലെന്നും നിൽപ്പിതാ നിർഭയത്തിൻ സാക്ഷ്യമായി. ദൈവസ്നേഹം നിശ്ചയം കർമ്മപാപം ശിക്ഷകം മാനസാന്തരം രക്ഷകം ദൈവരാജ്യം മാഗതം മാനസാന്തരം രക്ഷകം ദൈവരാജ്യം മാഗതം മാനസാന്തരം രക്ഷകം ദൈവരാജ്യം മാഗതം. എന്നെ